എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. എന്താണ് ആൾക്കാർ മുഖത്തൊരു സന്തോഷം ഓർ വിഷമം? ഇന്ന് പോവാണ് ഗൈസ് നമ്മൾ. ഇന്നല്ല, നാളെ രാവിലെയാണ് അവര് പോണേ. ഫൈനലായിട്ട് ഇന്ന് രാത്രിയല്ല, നാളെ രാവിലെ 3 മണിക്ക്. ഇവരെ ഫ്ലൈറ്റ് വരുന്നത് രാവിലെ 8 മണിക്കോ? ഓ, അത് ഞാൻ അറിഞ്ഞില്ല. അതെ അല്ലേ? അപ്പൊ ഏകദേശം ഒരു 4 മണി ആവുമ്പോഴാണ് അവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് ആകെ 15 മിനിറ്റ് അല്ലേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. 15 മിനിറ്റ് അല്ലേ നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഇവർക്ക് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചു, പറ്റില്ല, നോ പറഞ്ഞതുകൊണ്ട് ആ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളിലാണ് കേട്ടോ. പിന്നെ അൽക്ക ഭയങ്കര അധികം കാൽക്കുലേഷനുള്ള ഒരാളാണ്. അതുകൊണ്ട് എല്ലാം പ്രൈസ് നാട്ടിൽ ഇവിടെയൊക്കെ കമ്പയർ ചെയ്ത് 5 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഒരു 10,000 രൂപയ്ക്ക് മേടിച്ചിട്ട് വരെ അല്ല വേണ്ട. അത് അല്ല, നല്ല കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നോക്കിയിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു യുദ്ധത്തിനാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇന്നത്തെ നമ്മുടെ പോക്കിന് വേറെ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഷോപ്പിങ്ങിന് നമ്മുടെ ഒരു വിശിഷ്ട വ്യക്തി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ്? തീരെ താല്പര്യമില്ല, പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. എവിടെയും പോവില്ല. ഈ വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ ഇപ്പൊ ഇന്ന് ഷോപ്പിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. ഒന്ന് തിരിഞ്ഞു മുഖം കാണിക്കൂ. അതെന്താ? ആദ്യം പോകുന്നത് ഓൺലൈൻ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് നമുക്ക് പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നലെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മള്. സിംഫണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് വിങ്കൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മോളാണോ? ഷോപ്പ് പോലത്തെ ആണ് തോന്നണു. അപ്പൊ അല്ല, അതാണ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് പോയിട്ട് പാർസൽ കളക്ട് ചെയ്ത് വരുമ്പോൾ ഞാനും അൽക്കയും കൂടെ ഇവിടെ ക്രൗഡ് ഫാത്തിൽ കുറച്ച് മേക്കപ്പിന്റെ ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് വാങ്ങിക്കാനുള്ള ബ്ലഷ് വേണം, മസ്കാര ആവാം. എസൻസിന്റെ മസ്കാര അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ മേക്കപ്പ് ക്ലാസ്സിൽ എനിക്ക് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ കെത്രീസ് എന്നുള്ള ഒരു ബ്രാൻഡ് തോന്നുന്നു. അതിന്റെ ബ്ലഷും അടിപൊളിയാണ്. കണ്ടുപിടിക്കുക. ഏറ്റവും നല്ലത് ആ പേർപ്പിൾ കളറാണ്. അത് ഭയങ്കര കാണിക്കോ അതൊന്ന്? ഇത് ഭയങ്കര അടിപൊളി സാധനമാണ് കേട്ടോ. ഒരു തവണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഐബ്രോസ് ഒക്കെ അടിപൊളിയാവും. ഒന്ന് മതിയോ? സോറി, ലാഷസ് ഒക്കെ അടിപൊളിയാവും. ഒന്ന് മതിയോ? അൽക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മേക്കപ്പ്. അതിപ്പോഴല്ല കേട്ടോ, നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂരിൽ നിന്നിരുന്ന സമയത്തെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അൽക്ക അധികം പോവുക കോസ്മെറ്റിക്സിന്റെ സെഷനിലോട്ടും ഞാൻ അധികം പോവുക ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് അൽക്ക എടുത്ത ഐറ്റംസ്. എന്തൊക്കെയാണ്? ബ്ലഷസ്, മസ്കാരാസ്, പിന്നെ ലിപ്പ് ഓയിൽ ആൻഡ് മോർ ലിപ്പ് ബാംസ്. അൽക്കയുടെ ഫ്രണ്ട് ഉണ്ട് റീമയ്ക്കും കൂടെ ചേർത്താണ് അൽക്ക എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നാട്ടിലേക്കാളും ഗുഡ് പ്രൈസ് ആണ് അൽക്ക. എസൻസിന്റെ നല്ലതുണ്ട്, ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി എന്തെങ്കിലും കൂടുതൽ കൂട്ടാനോ കുറയ്ക്കാനോ കാൽക്കുലേറ്റർ എന്തെങ്കിലും? അതല്ല, ഞാൻ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കൂടുതൽ സാധനങ്ങൾ എടുക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആലോചിച്ചോ, കാരണം നമുക്ക് മറ്റേ ക്രൗഡ് ഫാത്തിൽ പോകാം. അൽക്കയ്ക്ക് മേക്കപ്പ് ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് വൈശാഖ് സാർക്ക് സ്വീറ്റ് കേട്ടോ, പ്രത്യേകിച്ച് ചോക്ലേറ്റ്. നമ്മൾ ഓൾറെഡി ലിൻഡിൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ലിൻഡ് ഇവിടെ ഓഫറിലിരിക്കുന്നു. എന്നാൽ പിന്നെ 2 പാക്കറ്റ് ഇവിടെ നിന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം ഇവിടുത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ഹോഫ്ദോർപ്പ് സെൻറ്ററും പോവുകയാണ് കേട്ടോ. എന്തൊക്കെയോ കിട്ടിയ കുറച്ച് ഐറ്റം അൽക്ക വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവർ പാർസലൊക്കെ കളക്ട് ചെയ്തു. പിന്നെ കുറച്ച് ലിൻഡിൻ്റെ വീണ്ടും നമ്മൾ കുറച്ച് ഓഫറിൽ കണ്ട ഐറ്റം വൈശാഖ് സാർ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് തിരിച്ചു പോവുകയാണ്. വിഷ്ണുവിന് ഭയങ്കര ടെൻഷനാണ്. 1 മണിക്കൂറിനുള്ളിൽ ഷോപ്പിംഗ് കഴിയില്ലേ എന്നല്ല വിഷ്ണു? ഞാൻ പോകും. നമ്മൾ അങ്ങനെ ഇവിടെ ഹോഫ്ദോർപ്പ് സെന്റർ എത്തിയിരിക്കുകയാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ആദ്യം പോകുന്നത് കുറച്ച് ചോക്ലേറ്റ്സും കാൻഡിയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് കഴിക്കാനുള്ള ഐറ്റംസ് ആണ് വൈശാഖ് സാർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകണ്ടേ എന്ന് പറയുന്നുണ്ട്. അതും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അൽക്ക ഓഫർ ഉണ്ടോ എന്ന് തപ്പാൻ വേണ്ടി ഇറങ്ങും. അല്ല അൽക്ക? ഞാനിപ്പോൾ അധികം ഇവിടെ വരുമ്പോൾ ഇവരെ കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു സ്ട്രീറ്റിൻ്റെ മൊത്തം മൂഡ് ഈ ഒരു മ്യൂസിക് ചേഞ്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അടിപൊളിയായിട്ട് അവർ വായിക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ ഹോഫ്ദോർപ്പ് സെൻറ്റർ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ക്രൗഡ് ഫാത്തിൽ ആൾക്കൊക്കെ ഒന്നും കൂടെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ആക്ഷനിലും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനം കിട്ടുമോ നോക്കാം, എന്നിട്ട് വരാം.
അൽക്ക ആക്ഷനിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞാനും വിഷ്ണുവും കൂടെ ഇവിടെ റിച്വൽസിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അൽക്കയുടെ ബാംഗ്ലൂരിലൊരു ഫ്രണ്ട് ഉണ്ട്, റീമ എന്ന് പറഞ്ഞിട്ട്. ഞാൻ റീമയായിട്ട് 1-2 തവണ ഫോണിൽ കൂടെ അൽക്കനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ റീമ ഇങ്ങോട്ട് വരുമ്പോൾ അൽക്കയുടെ കയ്യിൽ എനിക്ക് കുറച്ച് ഫിഷ് പിക്കിൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. റീമ ഉണ്ടാക്കിയത്, നമ്മുടെ നാട്ടിലെ കൊഴുവല്ലേ അത് വെച്ചിട്ടുള്ളത്. എന്തോ ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാണ് റീമയ്ക്ക് തിരിച്ചു പോകുമ്പോൾ അൽക്കയുടെ അടുത്ത് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തയക്കണം എന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ റിച്വൽസിൽ വന്നിരിക്കുകയാണ്. അവിടെ നമുക്കൊരു ഗിഫ്റ്റ് പാക്ക് എടുക്കാം റീമയ്ക്ക്. റിച്വൽസിൽ വന്നാൽ ഒരിക്കലും ഗിഫ്റ്റ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല കേട്ടോ. കാരണം നല്ല അടിപൊളി ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള പാക്കേജസ് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും നമ്മളിതേ പിക്ക് ചെയ്തു. ഇനി ആക്ഷനിലോട്ട് പോകാം. അൽക്കിയും വൈശാഖ് സാറും ഇവിടെ കാര്യമായ ഷോപ്പിങ്ങിലാണ്. കിട്ടിയോ? വാട്ട് ഈസ് ദിസ് ഗേൾ? ഏതോ ഒരു കമൻറ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അൽക്കയോടൊപ്പം ഷോപ്പിങ്ങിന് പോവോ, നിങ്ങൾ രണ്ടുപേരും ഷോപ്പിംഗ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും 2 രീതിയിൽ ഷോപ്പിംഗ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അൽക്ക അങ്ങനെ എപ്പോഴും ഷോപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നല്ല പ്രൈസിന് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ മാത്രം സൂക്ഷിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കാണ് കുറച്ചും കൂടെ അൽക്കനെ കമ്പയർ ചെയ്യുമ്പോൾ ഷോപ്പിംഗ് ക്രേസ് ഉള്ളത്. ഇത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നതല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും നേച്ചർ ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എടാ, ക്യാൻഡീസിന് വേറെ നല്ല ക്യാൻഡീയുടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ പോണോ? ഓക്കെ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൽക്കാലം ഒന്നും ഇവിടുന്ന് വാങ്ങിക്കാനില്ലാത്തതുകൊണ്ട് ബോറടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങി. ഞാൻ ചുമ്മാ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരികെ അവരുടെ കഴിഞ്ഞാൽ വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയിട്ട് അവരെ പിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 6 മണി വരെ കടകളുള്ളൂല്ലോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി 5:15 ആയിട്ടുണ്ടായിരിക്കും. ഒരു 45 മിനിറ്റ്സ് നമുക്ക് ഏതെങ്കിലും കടകളിൽ കയറി ഇറങ്ങി ചുറ്റി നടക്കാം. ഞാൻ ദേ കുറച്ച് ചെറിയ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫിക്സിങ് സ്പ്രേ, പിന്നെ ഒരു പ്രൈമർ, പിന്നെ ഒരു ലിക്വിഡ് ഐ ഷാഡോ, പിന്നെ അത് നമ്മുടെ ഫേസ് ഷേവ് ചെയ്യുന്ന റേസറും. ഇതിൽ ഈ 3 പ്രൊഡക്ട്സ് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടി. കാരണം നല്ല റിവ്യൂ കേട്ടിട്ടുണ്ട്. ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അങ്ങനെ വേണ്ട കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങി തിരിച്ചെത്തിയിട്ടുണ്ട്. ആൽബർട്ടനിൽ പോണോ ലിഡിൽ പോണോ? അടച്ചപ്പോഴാണ് അൽക്കാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടോ. ഇറക്കി വിട്ടു, ഒഴിവാക്കിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഡെക്കോറൊക്കെ എനിക്ക് എടുത്തിട്ട് മതിയാവില്ല. ആക്ഷൻ ആക്ച്വലി ഇപ്പൊ ഉണ്ടല്ലോ ക്വാളിറ്റി നന്നായിട്ടുണ്ട്, നല്ല ക്വാളിറ്റി. കാരണം കുറേ എനിക്ക് സെറാമിക് സ്റ്റഫിനോട് ഭയങ്കര ഭ്രാന്തുണ്ട്. അപ്പം ഞാൻ സെറാമിക് ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ വൈശ്വത് ഒരു സൈഡിൽ തിരിച്ചു വെക്കുന്നുണ്ട്. കാരണം വെയിറ്റ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും അതുകൊണ്ടല്ല പ്രശ്നം. അതുകൊണ്ടല്ല പൊട്ടിപ്പോവും. ഞങ്ങൾ എവിടെ നിന്നൊക്കെയോ മേടിച്ചിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി, ഭയങ്കര സങ്കടമായി എനിക്ക്. അപ്പോൾ ഇവര് ആക്ഷൻ ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ വന്ന ഉടനെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇത്ര നല്ലായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ലാസ്റ്റ് ഒരു 5 to 6 months ആയിട്ട് എനിക്ക് വാങ്ങിക്കുമ്പോൾ എല്ലാ സാധനവും നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു. നല്ല ക്വാളിറ്റി. എനിക്ക് ആ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നല്ല രസമായി തോന്നി. ഐക്യന്റെ പോലെ തന്നെ നല്ല അടിപൊളിയാണ്. കുറച്ച് വാരിയൊക്കെ എടുത്തു, പക്ഷെ ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വൈശ്വനെ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ തന്നെ വാങ്ങിയത് വെച്ചിട്ട് എൻ്റെ ഒരു എന്താ പറയാ പെട്ടി വേണ്ടിയിരുന്നു പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. വിഷ്ണുവിനെ ബോറടി സഹിക്കാൻ പറ്റുന്നില്ല. അയാൾ ചൊറിഞ്ഞ് ഒറ്റക്കാലിൻ്റെ മുകളിലൊക്കെ അയക്കുന്നു. അപ്പോൾ പുള്ളിനെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഷോപ്പിങ്ങിന് പോവാം. ഉപദ്രവിക്കേണ്ടിയിരുന്നല്ലോ, പാവുണ്ട്. പുള്ളിക്ക് വരാൻ ഇഷ്ടമല്ല. നമ്മളെല്ലാവരും കൂടെ ചൊറിഞ്ഞ് കൊണ്ടതാ. ഞാൻ അങ്ങനെ ചൊറിയാറില്ല, പക്ഷെ എല്ലാവരും ചൊറിയാണപ്പോ എനിക്ക് ഒരു പുള്ളിക്ക് തീരെ ഇഷ്ടമല്ല ഷോപ്പിംഗ്. പുറത്തെ ഷോപ്പിങ്ങിന് വേണ്ടി നമ്മളെ തെറി വിളിക്കണ്ടേ മനസ്സിലായി. വിഷ്ണുവിന്റെ കാര്യം ഈ ഷോപ്പിങ്ങിൽ ഭയങ്കര കോമഡി കേട്ടോ. കാരണം പുള്ളിക്ക് പുറത്ത് വന്ന് ഒരു സാധനം വാങ്ങിക്കാൻ ഇഷ്ടമല്ല. ലൈക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴും എൻ്റെ അടുത്ത് പറയുള്ളൂ അത് വാങ്ങിക്കൂ ഇത് വാങ്ങിക്കൂ എന്നുള്ളത്. കടയിൽ വന്നൊരു സാധനം വാങ്ങിക്കുക എന്നുള്ളത് വിഷ്ണുവിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇറങ്ങി വിഷ്ണു വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിഷ്ണുവിന്റെ ക്യാപ്പും ജാക്കറ്റും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പുറത്തെ മറ്റേ കല്ലുമഴ പെയ്യുന്നുണ്ട്. പാലും ചിക്കനും മേടിക്കാം. ഇവിടെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ആണ്. നമ്മളിപ്പോൾ പാസ്ത സ്പെഗറ്റി സെഷനിലാണ്. എന്തൊക്കെയാണ് എടുത്തത്? സ്പെഗറ്റി ഉണ്ട്, എന്താണ് പാസ്ത ഉണ്ട്, പിന്നെ ഒരു ലസാന ബൊളോനീസ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. വിഷ്ണു വരാത്തതുകൊണ്ട് വൈശാഖ് സാറും വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. തിരിച്ച് നമ്മൾ കാറിൽ പോയി കഴിഞ്ഞപ്പോൾ അതേ 2 പേരും കൂടി ഇരുന്ന് എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് വിഷ്ണുവിനെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകാത്തത് എന്നുള്ളത്. ചില ആൾക്കാർക്ക് ചില കാര്യം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും. അങ്ങനെ ഒരു കാര്യമാണ് വിഷ്ണുവിന് ഷോപ്പ് ഐറ്റംസ് മൊത്തം നമ്മളിത് ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മെല്ലെ പാക്കിങ് തുടങ്ങാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ പ്രദുവിന് കൊടുത്ത അതേ ഒരു സർപ്രൈസ് വൈശാഖ് സാർക്ക് കൊടുക്കുകയാണ് കേട്ടോ.
വൈശാഖ് സാറോട് വന്ന സമയം തൊട്ട് പറയുന്നുണ്ടായിരുന്നു ബാബുമാമനെ നിങ്ങൾക്ക് അറിയുന്ന ബാബുമാമ എന്ന് പറഞ്ഞാൽ അറിയില്ല, വല്ലാത്തൊരു കഥ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ലേ. അതിൽ ബാബു രാമചന്ദ്രൻ എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ്, അതായത് എൻ്റെ മാമയാണ്. അപ്പോൾ പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ് വൈശാഖ് സാർക്ക് എന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് കോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം. എൻ്റെ പേര് വൈശാഖ്. വൈശാഖ് വൈശാഖ് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ സെയിൽസിലാണ്. ആംസ്റ്റർഡാമിലാണ്. അത് ഇന്ന് നാളെ രാവിലെ പോവാണ്. അല്ലല്ല, ഞങ്ങൾ വെക്കേഷൻ ആയിട്ട് വന്നത്. ഞങ്ങളൊരു 2 ആഴ്ച യൂറോപ്പൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ. അങ്ങനെയാണ് എനിക്ക് ബാബുമാമ കേട്ടോ. അത് ഞാൻ ഇപ്പോൾ പറയുന്നതിനേക്കാളും ഞാനൊരു ചെറിയ കുട്ടിയൊക്കെ ആയിരുന്ന സമയത്ത്, ഭയങ്കര ചെറിയ കുട്ടിയല്ല, ഒരു 8, 9, 10 പഠിക്കുന്ന സമയത്ത് ബാബുമാമ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ലീവിന് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ബാഡ്മിൻ്റൺ കളിക്കുക, കുറേ ടൈം വർത്താനം പറയുക. ഇതൊക്കെ എനിക്ക് എൻ്റെ ആ ഒരു ടൈം ആലോചിക്കുമ്പോൾ ഞാൻ വളരെയധികം വാല്യൂബിൾ ആയിട്ട് കാണുന്ന കുറേ മൊമെന്റ്സ് ആണ്. ആൾക്കാർ നാളെ എന്നെ വിട്ടു പിരിഞ്ഞു പോകണതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ്. ഒരു വിഷമവും ലൽക്ക, എന്താണ് എനിക്ക് ഏറ്റവും വിഷമം? വെക്കേഷൻ തീരണതാ അല്ലാണ്ട് തന്നെ ഓർമ്മ കണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. താങ്കൾക്കോ? വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ വീണ്ടും 5 ദിവസം കൊണ്ട് ഒന്നും കൂടി തുടങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. ഇയാൾക്ക് കലിങ്കിന്റെ മേലെ ഇരുന്ന് കൈ കടിക്കാനുണ്ടോ? ഇയാളുടെ ഭാഗത്ത് ഒരു ഇമോഷനോ റിയാക്ഷനോ ആരും അൽക്കി എന്നോട് ക്രിസ്മസ് ട്രീ വാങ്ങിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിയാണ്ട് എവിടെയെങ്കിലും ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നു. അപ്പോൾ ദേ എൻ്റെ ക്രിസ്മസ് ട്രീ തന്നെ ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്കൊരു ക്രിസ്മസ് ടൈം ആകുമ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നേരത്തെ ആ ഒരു ചെറിയ വീഡിയോ ബിറ്റിൽ വിഷ്ണുവും വൈശാഖ് സാറും തമ്മിലുള്ള കോൺവെർസേഷൻ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം വിഷ്ണു യൂഷ്വലി എപ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പ്ലീസിങ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഭയങ്കര ഒരു പീപ്പിൾ പ്ലീസിങ് എന്താ പറയുക ക്യാരക്ടറുണ്ട് വിഷ്ണുവിന്. പക്ഷേ ഒരിക്കൽ നമ്മൾ ഭയങ്കര ആൾക്കാരായിട്ട് കംഫർട്ടബിൾ ആവും, ഇഷ്ടമാവും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളധികം ചിന്തിക്കാതെ വർത്താനം പറയുമല്ലോ. അതേപോലത്തെ കോൺവെർസേഷനാണ് ഇപ്പോൾ വിഷ്ണുവും അൽക്കിയും വൈശാഖ് സാറും തമ്മിലൊക്കെ ഉണ്ടാവാറ് കേട്ടോ. ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ എനിക്കും അൽക്കിക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുമായിരുന്നു, നമുക്ക് ഈ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാരി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയും തമ്മിൽ ക്ലോസ് ആയിരിക്കണം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആവുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ രണ്ടുപേരുടെയും കഴിഞ്ഞപ്പോൾ വൈശാഖ് സാറേയും വിഷ്ണുവിനെയും നമ്മൾ കുറേ തവണ മീറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിൽ ലൈക്ക് കണ്ട ഉടനെ തന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കും അൽക്കയ്ക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ കാര്യമായിട്ടുള്ളൊരു കുക്കിങ്ങിലാണ് കേട്ടോ. നമ്മളൊന്ന് റോഡ് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ചിക്കൻ വരട്ടിയത് കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് അവിടുന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണതിൻ്റെ മുന്നേ ഒരു തവണയും കൂടെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽക്കിയും വൈശാഖ് സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടയിലാണ് ദീപ ചേച്ചിയും റേയ് ചേട്ടനും ദിബിൻ ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ട്. അൽക്കടിയും വൈശാഖ് സാറുടെ അടുത്ത് ബായ് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പഠിക്കാനുണ്ടായിരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പോസിറ്റീവായിട്ടുള്ള കാര്യവും നെഗറ്റീവായിട്ടുള്ള കാര്യവും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ NL ഫാമിലിയിൽ നിന്ന് ഞാൻ പഠിച്ച് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് നമുക്കറിയുന്ന ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അവരെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ ബിഹേവ് ചെയ്യാനും ഒപ്പം നന്നായിട്ട് നമ്മളവർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളൊരു ഫീൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ചെയ്യാന്നുള്ളത് ഞാൻ ദീപ ചേച്ചിയുടെയും അതേപോലെ തന്നെ അച്ചുചേച്ചിയുടെയും ഗീതുവിൻ്റെയും അമ്മു ചേച്ചിയുടെയും ഒക്കെ കണ്ടുപഠിച്ചൊരു കാര്യമായിരുന്നു. ദീപ ചേച്ചിയും ദിബിൻ ചേട്ടനും റേയ് ചേട്ടനും ഒക്കെ ഇന്ന് അൽക്കിയും വൈശാഖ് സാറും പോകുന്നതിൻ്റെ തലേന്ന് വന്ന് ബായ് പറഞ്ഞതൊക്കെ ഞാൻ ഭയങ്കര വാല്യൂബിളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അൽക്കയ്ക്കും ദീപ ചേച്ചിക്കും ഒക്കെ എത്രയോ കാലമായിട്ട് അറിയുന്ന പോലത്തെ ഒരു ഫീല് തന്നെയാണ്. കാരണം ഞാനൊരു 5 കൊല്ലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരല്ലേ, ആർക്കും പുതിയതായിട്ട് കാണുന്ന പോലൊന്നും തോന്നുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുക, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ? എന്താ ഐശ്വനൊരു പുച്ഛം? അതന്നെ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവരിറങ്ങുകയാണ് കേട്ടോ.
ദീപചേച്ചിയും ദിബിചേട്ടനും ഒന്നും ഡിന്നർ കഴിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഓൾറെഡി കിഡ്ലൻ പ്രോൺസ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. ദീപചേച്ചി അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പാക്കിങ്ങും കാര്യമൊക്കെ ആയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടഫാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എന്തായാലും ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലായൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സിനെ ഇവിടുത്തെ എൻ്റെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ. കറിയില്ല അയാൾ കണ്ടിട്ട് ഞാൻ മുത്തും. അയാളുടെ കര ഒരു വകയില്ല. എനിക്കറിയാം, അങ്ങ് എന്തായാലും അറിയും. അയാൾ കരച്ചിലോ? അൽക്ക ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ പറയുന്ന കാര്യമായിരുന്നു ഇവിടെ വന്നിട്ട് അമ്മു ചേച്ചീനെയും ദീപ ചേച്ചീനെയും ഗീതുവിനെയും അച്ചു ചേച്ചീനെയും എല്ലാവരെയും കാണണം എന്നുള്ളത്. കാരണം നമ്മൾ അധിക ദിവസം ഫോം വിളിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യം അവിടുത്തെ കാര്യമൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ പേരെല്ലാം കേട്ട് അവൾക്ക് കണ്ട പോലെ തന്നെ അയക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ അൽക്ക് ഇവിടെ വന്ന സമയത്ത് അമ്മു ചേച്ചിയും ഗീതും നാട്ടിലാണ്. അതുകൊണ്ട് അവരെ കാണാനായിട്ട് പറ്റിയില്ല. നെക്സ്റ്റ് ടൈം അവർ വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ കാണാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഗീതും അൽക്കയൊക്കെ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിണ്ടിയ ആൾക്കാർ തന്നെയാണ്. എന്തായാലും ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് ഇവരിന്ന് ഇറങ്ങി. കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു ഈ ഒരു മൊമെൻറ്റിൽ. കാരണം കുറച്ച് മണിക്കൂറും കൂടെ കഴിഞ്ഞ് ഇവർ പോവുകയാണല്ലോ. നാളെ ഉച്ചയ്ക്ക് ബിരിയാണി വരും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശ മീൻകറി. ദീപചേച്ചിയുടെ അത്ര വെൽക്കമിങ് ആയിട്ടുള്ള ഒരാളെ ഉണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോൾ നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദീപചേച്ചി എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് റെഡിയാക്കി കഴിക്കാനുണ്ടാക്കും. ദീപചേച്ചിക്ക് ഒരു ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് വീട്ടിലാരും വിശന്നിരിക്കരുത് എന്നുള്ളത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞതേ ഇറങ്ങി നമ്മളിവിടെ പാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽക്കയുടെ ഷോപ്പിംഗ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ എന്തായാലും നമ്മുടെ ഇവർ കൊണ്ടുവന്ന 2 ട്രോളിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നിറയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ നമ്മളൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയോ ആണ് നമ്മൾ വാങ്ങിച്ച എല്ലാ ഐറ്റംസും കൂടെ പാക്ക് ചെയ്തത് കേട്ടോ. ലഗേജ് ആക്ച്വലി ഇവർക്ക് പ്രശ്നമായിരുന്നില്ല. കാരണം ഇവർ തിരിച്ചങ്ങോട്ട് കുറച്ചും കൂടെ എക്സ്ട്രാ ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലഗേജിൻ്റെ വെയ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. നമ്പർ ഓഫ് പെട്ടികളുടെ പ്രശ്നമാണ് ഉണ്ടായിരുന്നുള്ളൂ. വിഷ്ണു ഉഷാറായിട്ട് പാക്കിംഗ് ഗൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ എപ്പോഴും ഉറങ്ങിപ്പോയി. കാരണം ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടായിരിക്കും. നമുക്കൊരു 4 മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഞാനൊരു 3:30 വരെ പിടിച്ചിരുന്നു കേട്ടോ. പക്ഷേ എപ്പോഴും ഞാൻ കുറച്ച് നേരം ഞാനും ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയെല്ലാം കഴിഞ്ഞ് എണീറ്റപ്പോൾ നോക്കിയതേ ഇവർക്ക് പോകാൻ സമയമായിട്ടുണ്ട്. ഈ ഒരു ടൈം ഭയങ്കര ടഫാണ് കേട്ടോ. അതായത് നമ്മളെല്ലാം എടുത്തില്ലേന്ന് ചെക്ക് ചെയ്യുക, നമ്മൾ ഇറങ്ങുകയാണെന്ന് പറയുക. അതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ടഫാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അധികം ഇഗ്നോർ മോഡിൽ വിടുകയായിരുന്നു കേട്ടോ. കാരണം കൂടുതൽ നമ്മൾ ഡീപ്പായി ഇമോഷനിലോട്ട് ഇറങ്ങുന്നതോറും ഭയങ്കര ടഫായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ കണ്ടില്ല എന്ന് അടിച്ചു എന്നുള്ള മോഡിൽ അങ്ങോട്ട് വിടുകയായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് കേട്ടോ അത്. കൂടുതൽ നമ്മൾ പോവുകയാണ്, നമ്മളെല്ലാവരോടും ഭയങ്കര ബായ് പറയുക, അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഹെവി ആയി പോകും മൈൻഡ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങോട്ട് വരിക, പോവുക, എല്ലാവരും ചെയ്യുക എന്നുള്ളതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ഇമോഷനിലോട്ട് ഇറങ്ങി എല്ലാവരോടും ബായൊക്കെ പറയുമ്പോൾ ഭയങ്കര ടഫാണ്. അപ്പം ഞാൻ അന്ന് തൊട്ട് തീരുമാനിച്ചൊരു കാര്യമാണ് ഭയങ്കരമായിട്ടുള്ള യാത്രാ പറച്ചിലുകൾ ഞാൻ നിർത്തി എന്നുള്ളത്. അയ്യോ എന്ത് തോന്നണോ? എന്ത് തോന്നണു? ഉറക്കം വരുമോ? എനിക്ക് ഉറക്കം വന്ന ശബ്ദമൊക്കെ മാറി. എനിക്കെന്നാ അങ്ങനെയല്ല, നല്ല സങ്കടം. ആ എണ്ണ വെച്ച് കുളിക്കാൻ പോണ പോലെ ഉണ്ടല്ലോ. ആണോ? മറിഞ്ഞു ഞാൻ. നമ്മളിത് എയർപോർട്ട് എത്തി. നമ്മൾ പെട്ടിയെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ, ഇവർ വന്നിട്ട് 2 ആഴ്ച എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ വന്ന് ഇവരെ പിക്ക് ചെയ്ത് ഇവരുടെ പെട്ടിയെല്ലാം നമ്മൾ കാറിൽ വെച്ച് വീട്ടിൽ പോകുന്നതുണ്ടല്ലോ, ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് ദിവസങ്ങൾ പോകുന്നു. പിന്നെ ആക്ച്വലി നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഡേയ്സ് ആകുമ്പോൾ ഭയങ്കര പെട്ടെന്ന് പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും.
അൽക്കയ്ക്കും വൈശാഖ് സാർക്കും കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോവല്ലേ, അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ചുള്ള ഫ്ലൈറ്റ് അവർ ബിസിനസ് ക്ലാസ്സിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ ഉണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഈ ഒരു 2 ആഴ്ചയായിരിക്കും നമ്മൾ ടൈം നല്ലോണം മാക്സിമം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ ബാംഗ്ലൂർ പോകാറുണ്ട്, അല്ലെങ്കിൽ അൽക്ക നാട്ടിലോട്ട് വരാറുണ്ട്. പക്ഷെ അത് മാക്സിമം നമുക്ക് കിട്ടും ഒരു 2-3 ദിവസമാണ്. നമ്മൾ ഫാമിലിയുടെ ഒപ്പം ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം വിട്ട് നമുക്ക് ഇപ്പോഴാണ് ഒരു 2 ആഴ്ച ഒരുമിച്ചൊപ്പം നിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയത്. കൊച്ചു വെളുപ്പം കാലത്ത് ഇത്ര അധികം ആൾക്കാർക്ക് ഫ്ലൈറ്റ് എടുക്കാൻ എൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി കേട്ടോ. എനിക്ക് പോവാം, പക്ഷെ ഇവരൊക്കെ അങ്ങനെ അവരിതേ ഇവിടെ പോവുകയാണ് കേട്ടോ. അവർ ലഗേജൊക്കെ എന്താ പറയുക വേ ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനി ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇവർ പോവും. എൻ്റെ ഇമോഷൻ എപ്പോഴും ബെസ്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ള ഒരാളല്ല കേട്ടോ ഞാൻ. എനിക്ക് ആ ഒരു ടാലൻ്റ് ഇല്ല. ഞാൻ കുറച്ചിങ്ങനെ പിടിച്ചു വെക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇവർ പോകുമ്പോൾ ഇമോഷനൊന്നും ഇവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഞാനതെല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു സമയവും കഴിഞ്ഞു. ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ടൈമായിരുന്നു അൽക്ക വരുന്നത്. അപ്പോൾ ആ 2 ആഴ്ചയും ഷടപടെ ഇന്ന് കഴിഞ്ഞു. എന്താ വിഷ്ണു പറയാനുള്ള? അടിപൊളി ടൈമായിരുന്നു. 2 ആഴ്ച പോയത് അറിഞ്ഞില്ല. ഇനി തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന വീട് പിന്നെ നമ്മൾ 2 പേര് മാത്രമാകുമ്പോൾ കയറി ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. എന്തോ ഭാഗ്യത്തിൽ നമ്മൾ പറയായിരുന്നു നാളെ പ്രതുവും ഗീതും എത്തും. അപ്പോൾ നാളെ പ്രതുവും ഗീതും എത്തും. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ മനസ്സമാധാനം. സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. ചെന്ന് നമുക്ക് കിടന്നുറങ്ങാം. ഞാനും വിഷ്ണു കൂടെ പറയുമായിരുന്നു നല്ല ടൈമായിരുന്നു അവരുള്ള ടൈം. ഭയങ്കര നമ്മൾ 2 പേരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും അൽക്കിയും ഇപ്പോൾ 9 കൊല്ലമായി. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ലെവലിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ ലൈക്ക് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര യൂസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് നമ്മുടെ ഒപ്പം 2 വീക്സ് നിൽക്കുമ്പോൾ അതൊരു ഭയങ്കര ഫീലല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ വിഷുവിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു, അങ്ങനെ ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് തിരിച്ച് എൻ്റെ റുട്ടീനിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. വെക്കേഷനായിരുന്നു 2 ആഴ്ച. തിരിച്ചിനി പ്രോപ്പറായിട്ട് ജിം, വർക്ക്, അതേപോലെ തന്നെ നേരത്തെ എണീക്കുന്നു, നേരത്തെ ഡിന്നർ കഴിക്കുന്നു. അതൊക്കെ നിർത്തി വെച്ചിട്ട് ഏകദേശം ഒരു 3 ആഴ്ച ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് തിരിച്ചു പിടിക്കണം. ഞാൻ വെയിറ്റൊക്കെ അത്യാവശ്യം ഒന്ന് കൂടിയിട്ടുണ്ട്. റാൻഡംലി എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പർലി നമുക്കിനി നമ്മുടെ റുട്ടീനിൽ കയറി സെറ്റാക്കണം. അല്ല വിഷ്കണു. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം വന്നിട്ട് കുറച്ചൊക്കെ ഇമോഷന് ഉറക്കം ഓവർ റൈഡ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോയി നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും. എത്തിയോടെ നമുക്ക് കിടന്നുറങ്ങാം. തിരിച്ച് നമ്മളിതേ വീട്ടിലെത്തി. ഇനി ഒന്നും നോക്കണില്ല, പോയി കിടന്നുറങ്ങുന്നു. നേരം നല്ലോണം വെളിച്ചായിട്ടുണ്ട്. രാവിലെ ഞാൻ ഞെട്ടി എണീക്കുന്നത് വിഷ്ണുദേ ഓർക്കിഡിൻ്റെ ഈ ഒരു ചെറിയ പോട്ട് നിലത്തിട്ട് ശബ്ദം കേട്ടാണ് കേട്ടോ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിഷ്ണു നല്ല സ്വഭാവമുണ്ട്. വിഷ്ണു മോശമാക്കി കഴിഞ്ഞാൽ വിഷ്ണു തന്നെ എല്ലാം ക്ലീൻ ആക്കിക്കോളും. രാവിലെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് ഞാനിപ്പോൾ വരുന്നത് വൈകുന്നേരം 7 മണിക്കാണ് കേട്ടോ. ഭയങ്കര ഡൗൺ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വീട്ടിൽ കുറേ ആൾക്കാരും ബഹളമൊക്കെ ഉണ്ടായിട്ട് പിന്നെ നമ്മൾ 2 പേരും മാത്രമാകുമ്പോൾ ഭയങ്കര ഒരു മൂകത നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ആ ഒരു മൂകത ഭയങ്കര ടഫായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. സിനിമ കണ്ടിട്ട് നമുക്കത് ഓവർകം ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നമ്മളൊരു പടമൊക്കെ കണ്ടു തുടങ്ങി. പടമാണെങ്കിൽ ഒരു പൊട്ടപ്പടം, ഉള്ള മൂടിനേക്കാളും മോശമാക്കി തന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരാം. ഞാൻ ആക്ച്വലി ഇന്ന് തൊട്ടിട്ട് വീട്ടിൽ കുറച്ചധികം കുക്ക് ചെയ്യണം, കഴിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അധികം നമ്മൾ പുറത്ത് നല്ല ട്രാവലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് വീട്ടിൽ കുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഭയങ്കര ടയർഡ്നെസ്സും മൈൻഡ് തീരെ ഗുഡല്ലാത്തൊക്കെ പോലെ.
അപ്പോൾ വിഷ്ണു പറഞ്ഞു നമുക്ക് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാം. ഒപ്പം കഴിഞ്ഞൊരു 2-3 വീക്സ് ആയിട്ട് നമ്മൾ കാര്യമായിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ മീൽ പ്ലാൻ ചെയ്തു എന്താണ് നമ്മൾ കഴിക്കണേ നെക്സ്റ്റ് 1 വീക്ക് എന്നുള്ളത്. അതിൻ്റെ ഒപ്പം അതിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് കുറച്ചൊന്ന് ബെറ്റർ ആവും നമുക്ക് തോന്നുന്നു. ഇവിടെ നമ്മുടെ നെക്സ്റ്റ് 1 വീക്കിലേക്കുള്ള മീലൊക്കെ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ പറയോ സൂര്യനെ അസ്തമിക്കാനുള്ള വലിയ പരിപാടികളൊന്നും ഇപ്പോൾ ഇല്ല. ഇനി കുറച്ചും കൂടെ നീളൂ കേട്ടോ. ഒരു 8-8:30 വരെയൊക്കെ നമുക്കിങ്ങനെ കിട്ടാറുണ്ട് സമ്മറായി കഴിഞ്ഞാൽ. ഇപ്പത്തെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പ്രതുവാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർ നാളെ എത്തുമല്ലോ. അപ്പോൾ അവർ എപ്പോൾ എത്തും, എപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വരണം, ഡിന്നർ ഇവിടെ നിന്ന് കഴിക്കാം, അങ്ങനെ നമ്മുടെ കാഷ്വൽ ടോക്സ് ഇല്ലേ അതെല്ലാം ഇങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മൾ ആൽബർട്ടൈനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈവനിങ് അൽക്ക വിളിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയത്. എന്ത് ചെയ്യാം. എനിക്കെങ്ങനെയുണ്ട് ഇഷ്ടം? എനിക്കെങ്ങനെയുണ്ട്? എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഷോപ്പിംഗ് പകുതിയായി കഴിഞ്ഞപ്പോൾ വൈശാഖ് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ മുംബൈയിൽ ലാൻഡ് ചെയ്തു. ഇനി അവർക്ക് ഇവിടെ കുറച്ച് നേരം ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ബാംഗ്ലൂർ ഫ്ലൈറ്റ് വരുന്നത്. എന്നെ ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇന്ന് അവരെത്തിയതിന് ശേഷം അൽക്കയും വൈശാഖ് സാർക്കും ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടായിരുന്നു. അൽക്ക വർക്ക് ഫ്രം ഹോം ആണ്, പക്ഷേ വൈശാഖ് സാർക്ക് ഓഫീസിൽ പോകണമായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണത്. എന്തായാലും ആ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഗ്രോസറി എല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണ്. സോറി, വീട്ടിലല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ചെന്ന് കുക്ക് ചെയ്യാനൊക്കെ ലേറ്റ് ആവില്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നമ്മളിവിടെ അവസാനിപ്പിച്ചു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനിമല.